السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين ബിറളില്ലാഹ്. ഏറ്റവും ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയം നിറഞ്ഞ നേതാക്കൾ, പ്രിയ സഹോദരന്മാരെ, നീണ്ട പ്രഭാഷണത്തിന്റെ വേദിയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ വലിയൊരു ശതമാനം തങ്ങളുടെ സമ്പാദ്യങ്ങളും ഭൂമികളും സ്വത്തുക്കളും വഖഫാക്കി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതിക മേഖലയിൽ വഖഫായി നിൽക്കുമ്പോൾ തന്നെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയും കൈകാര്യം ചെയ്യാൻ ആളില്ലാത്ത ഒരവസ്ഥയും വരുന്നു. വന്നു വഖഫിന്റെ പേരിലായിരുന്നുവെങ്കിലും വലിയ തോതിൽ അന്യാധീനപ്പെട്ടു പോകാൻ അത് കാരണം ആയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷവും ഒരുപാട് വഖഫുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഗവൺമെന്റാണ് ഏറ്റവും വലിയ എൻക്രോച്ചർ. പല സ്ഥലങ്ങളിലും ഗവൺമെന്റിലാണ്. എങ്ങനെ വന്നു വിശദമായി പറയാൻ സമയമില്ല. 1995 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ആക്ട് പ്രകാരം വഖഫ് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ വഖഫ് ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ഉണ്ടാകണം എന്നും ആ അനുമതിക്ക് 2/3 അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടാകണമെന്നും വഖഫ് ആക്ട് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗം ഉപയോഗപ്പെടുത്തി വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡിൽ ഉണ്ടാകുന്ന കുറച്ച് ആളുകളെ 2/3 കയ്യിലെടുക്കുക എന്നത് വലിയൊരു പ്രയാസമല്ലാത്ത ഒരു അനുഭവം വരികയും നിരവധി വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു. വഖഫ് ആക്ട് എൻക്രോച്ച്മെന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്, എൻക്രോച്ചർ മേ എനി പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ഓർ പ്രൈവറ്റ്, occupying വഖഫ് property in whole or part without the authority of law and include a person whose tenancy, lease or license has expired or has been terminated by മുത്തവല്ലി or the board. നിയമപരമായിട്ട് അവകാശമില്ലാതെ വഖഫ് സ്വത്ത് കൈവശം വെച്ച മുഴുവൻ ആളുകളെയുമാണ് കയ്യേറ്റക്കാരൻ അല്ലെങ്കിൽ എൻക്രോച്ചർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സത്യത്തിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഡിറ്റർമിനേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തന്റേടമുള്ള വിവരമുള്ള ഒരു വഖഫ് ബോർഡ് ചെയർമാൻ 5 കൊല്ലം കസേലയിലിരുന്നാൽ ഒരൊറ്റ വഖഫും അന്യാധീനപ്പെട്ടതില്ലാതെ തിരിച്ചു പിടിക്കാൻ കഴിയും. അത്രയും സ്ട്രോങ് ആയി നിയമം ആ ഭാഗത്തുണ്ട്. പക്ഷേ ഏട്ടില് പശു പുല്ല് തിന്നുകയില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. ഈ രൂപത്തിലുള്ള എൻക്രോച്ചർ എന്താണ്? വഖഫിനെ കുറിച്ച് ഇസ്ലാമിക മാനങ്ങൾ ചെറുതായിട്ട് ഇവിടെ പറഞ്ഞു. അതേ പ്രകാരം ഡെഫിനിഷൻ പറഞ്ഞു. വഖഫ് ആക്ട് 3-ാം ഖണ്ഡിക 6 വഖഫ് എന്നതിന് നിർവചനം നൽകുന്നത്, വഖഫ് മീൻസ് എ പെർമനന്റ് ഡെഡിക്കേഷൻ ബൈ എനി പേഴ്സൺ, ബൈ എ മുസ്ലിം എന്നായിരുന്നു ആക്ടിൽ ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ വന്ന അമെൻമെന്റിലാണ് എനി പേഴ്സൺ എന്നാക്കി മാറ്റിയത്. എനി പേഴ്സൺ ഓഫ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ എ പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം ലോ ആസ് പയസ്, റിലീജിയസ് ഓർ ചാരിറ്റബിൾ ആൻഡ് ഇൻക്ലൂഡ് ദ വഖഫ് ബൈ യൂസർ. യൂസർ വഖഫ് ഇതിൽ ശ്മശാനവും പള്ളിയും മാത്രമാണ് പെടുന്നത്. 2, എ സംലാത്ത് പാർട്ടി, സംലാത്ത് ദേഹ്, ജുംലത്ത് മഖാൻ ഓർ എനി അതർ നെയിം എൻറ്റേർഡ് ഇൻ റവന്യൂ റെക്കോർഡ്സ്. ഈ പേരുകളിൽ റവന്യൂ റെക്കോർഡിലുള്ള ഭാഗങ്ങൾ. 3, ഗ്രാൻഡ്സ് ഇൻക്ലൂഡിംഗ് മഹറത്തുൽ ഖിദ്മാത്ത് ഫോർ എനി പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം ലോ. മുസാഫിർ ഖാനുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ. എ വഖഫ് അലൽ ഔലാദ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ പ്രോപ്പർട്ടി ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ എനി പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം ലോ. ഇത്രയുമാണ് വഖഫ് എന്നതിന് നിർവചനമായിട്ട് പറയുന്നത്. ഈ വഖഫ് അന്യാധീനപ്പെട്ടു പോയാൽ 30 വർഷം വരെ അത് തിരിച്ചു പിടിക്കാമെന്നായിരുന്നു 55-ലുണ്ടായിരുന്ന നിയമം. 95-ൽ വന്ന പുതിയ ആക്ടിൽ അത് കാലപരിധി ഒഴിവാക്കി. ഇപ്പോൾ വന്ന അമെൻമെന്റിൽ കുറെ കൂടി കണിശമായി അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് മനസ്സിലായി. ആ വഖഫ് പ്രോപ്പർട്ടി ആരെങ്കിലും കൈവശം വെച്ച്
അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വരുമാനം ഇല്ലാതെയാക്കി എങ്കിൽ the tribunal shall have the powers to assess of the damages by unauthorized occupation of the Waqf property and to penalize such unauthorized occupants for their illegal occupation of the Waqf property and to recover the damages as arrears of land revenue to the district collector. ഏതെങ്കിലും ഒരാൾ വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കൾ കൈവശം വെച്ചു, അതിലൂടെ വഖഫിന് നഷ്ടം ഉണ്ടാക്കിയാൽ ആ നഷ്ടം എത്ര എന്ന് കണക്കാക്കി ജില്ലാ കലക്ടറിലൂടെ ആ നഷ്ടത്തിന് കാരണമായ കയ്യേറ്റക്കാരനിൽ നിന്ന് അത് ഭൂനികുതിയുടെ കുടിശ്ശിക പോലെ പിരിച്ചെടുക്കേണ്ടതാണ് എന്ന് 7-ാം വകുപ്പ് വഖഫ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഏത് രൂപത്തിലുള്ള കൈവശം ഉണ്ടായാലും അത് ഷാൽ കൺവിക്സ് ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 15,000 rupees. ഇപ്പോ തൃശ്ശൂര് ജില്ലയിൽ സാഹിബിന്റെ പള്ളി 47 ഏക്കർ വഖഫ് ഉണ്ടായിരുന്നത് ഇപ്പൊ ബാക്കിയുള്ളത് 2.5 ഏക്കറാണ്. ബാക്കിയൊക്കെ എൻക്രോച്ച്മെന്റ് വന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഓർഡർ വന്നു. ജില്ലാ കലക്ടറോട് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ജില്ലാ കലക്ടർ ഇപ്പോൾ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് ചെയ്തിരിക്കുക. കാരണം എന്താണ്? Any public servant fails in his lawful duty to prevent or remove an encroachment shall on convention be punishable with a fine which may extend to 15,000 rupees for each such offence. കലക്ടർ അല്ലെങ്കിൽ അതുപോലെ അതിരുന്നാൽ 15,000 രൂപ ആ കലക്ടറുടെ മേലെ ഫൈൻ ചുമത്തണം എന്നാണ് നിയമമുള്ളത്. അപ്പൊ വഖഫ് തിരിച്ചു പിടിക്കാൻ, വഖഫാണ് എന്ന് തെളിഞ്ഞു, തിരിച്ചു പിടിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വഖഫ് ബോർഡ് മെമ്പറോ വഖഫ് ബോർഡോ അത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് അടക്കം ഇപ്പോഴത്തെ വഖഫ് ആക്ടിനകത്ത് ഉണ്ട്. അതുപോലെ ഏത് സമയത്തും ഏതെങ്കിലും ഒരു സ്വത്ത് വഖഫ് സ്വത്താണെന്ന് സംശയം വന്നാൽ അത് പരിശോധിക്കുന്നതിനും രേഖകൾ മുഴുവൻ ഏത് ഓഫീസിലെയും രേഖകൾ ആവശ്യപ്പെടുന്നതിനും അത് തിരിച്ചു പിടിക്കുന്നതിനും വഖഫ് ബോർഡിന് അധികാരം ഉള്ളതാണ്. ആ രൂപത്തിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ തകരാറുകൾ മുത്തവല്ലിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് അത് നടത്തുന്ന ആളുകളിൽ നിന്നോ ഉണ്ടാക്കുകയും അതുവഴി വഖഫിന് നഷ്ടം വരികയും ചെയ്താൽ അത് അവരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും അങ്ങനെയുള്ള സമ്പത്ത് അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് മുമ്പ് അവരുടെ സമ്പത്തുകൾ അവർ വിറ്റൊഴിവാക്കുമെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ മുത്തവല്ലിമാരുടെയും അല്ലെങ്കിൽ കയ്യേറ്റക്കാരുടെയും സ്വത്ത് അത് അറ്റാച്ച് ചെയ്യാം എന്നും വഖഫ് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വഖഫ് വിൽപ്പന ഒരു അർത്ഥത്തിലും അനുവദിക്കുന്നതല്ല. വഖഫ് വിൽപ്പനയെ സംബന്ധിച്ച് വളരെ കണിശമായി ആക്ട് അത് നിരോധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എവിടെയെങ്കിലും എന്ത് നടന്നാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കത്ത് മാത്രം നാം അയച്ചാൽ അതിൽ നടപടിയെടുക്കേണ്ടത് വഖഫ് ബോർഡിന്റെ ബാധ്യതയാണ്. Whoever alienates, purchase, take possession of in any manner, either permanently or temporarily, any movable or immovable property being a waqf property without prior sanction of the board shall be punishable with rigorous imprisonment for a term which may extend to 2 years. ഏതെങ്കിലും ഒരാള് അധികാരമില്ലാതെ വഖഫ് സ്വത്ത് കൈവശം വെച്ചാൽ അത് പിടിച്ചടക്കിയാൽ അദ്ദേഹത്തെ 2 കൊല്ലത്തെ കഠിന തടവിന് ശിക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വഖഫ് സ്വത്ത് അത് പരിപാലിക്കുകയും അത് അന്യാധീനപ്പെട്ടു പോകുന്നത് പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതും വഖഫ് ട്രിബ്യൂണലിന്റെയും വഖഫ് ബോർഡിന്റെയും ഉത്തരവാദിത്വമാണ്. അതേ പ്രകാരം ഏതെങ്കിലും ഒരു വഖഫ് സ്വത്തിലാണ് ഒരു സർക്കാർ കെട്ടിടമോ സർക്കാർ ഓഫീസോ നിൽക്കുന്നതെങ്കിൽ ആ കെട്ടിടം അല്ലെങ്കിൽ ആ വസ്തു വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ട്രിബ്യൂണൽ വിധി പറഞ്ഞാൽ 6 മാസത്തിനകം അത് വഖഫിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഈ സർക്കാർ കെട്ടിടം അല്ലെങ്കിൽ സർക്കാർ ഓഫീസ് മാറ്റി 6 മാസത്തിനകം അത് സർക്കാർ വഖഫ് ബോർഡിനെയോ അല്ലെങ്കിൽ വഖഫിന്റെ മുത്തവല്ലിയെയോ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും നിരക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയാണ് അത് നിൽക്കുന്നത് എങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ആ ഓഫീസ്
വഖഫ് ട്രിബ്യൂണലിൽ ഒരു അപേക്ഷ കൊടുക്കണം, ഇത് ഒഴിഞ്ഞു തരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇത് ഞങ്ങൾ എത്രയാണ് വാടക കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു തരണം എന്ന് ട്രിബ്യൂണലിനോട് സർക്കാർ ഓഫീസ് ആവശ്യപ്പെടണം. അങ്ങനെ തീർച്ചയായിട്ടു കൊടുക്കുന്ന വാടക അല്ലെങ്കിൽ മാർക്കറ്റ് വിലക്കുള്ള കോമ്പൻസേഷൻ അതിന് നൽകിയിട്ടത് ശേഷം മാത്രമേ വഖഫ് സ്വത്ത് സർക്കാർ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വഖഫ് ആക്ട് പറയുന്നുണ്ട്. അതേ പ്രകാരം ഏതെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി വഖഫ് സ്വത്ത് അക്വയർ ചെയ്യേണ്ടി വന്നാൽ വളരെ കണിശമായ ഡയറക്ഷൻ അത് സംബന്ധിച്ച് നൽകുന്നുണ്ട്. ഒന്നാമതായി, അതിന് ഏകദേശം പകരം വെക്കാൻ പറ്റുന്ന മറ്റൊരു സ്വത്തും ഇല്ലാതിരുന്നാലേ വഖഫ് സ്വത്ത് അക്വയർ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേത്, ഈ വഖഫ് സ്വത്ത് അക്വയർ ചെയ്യുന്നതിന് മുമ്പ് വഖഫ് ബോർഡിനടക്കം നോട്ടീസ് നൽകി അവരെ കക്ഷി ചേർത്ത് അവരെ കേട്ടതിന് ശേഷമല്ലാതെ അക്വിസിഷൻ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. മൂന്നാമത്, അങ്ങനെ അക്വയർ ചെയ്യുകയാണെങ്കിൽ അതാത് സമയത്ത് മാർക്കറ്റ് റേറ്റിനുള്ള കോമ്പൻസേഷൻ, അതിനുള്ള നഷ്ടപരിഹാരം നൽകിക്കൊള്ളണം. നഷ്ടപരിഹാരം നൽകാതെ ഒരു വഖഫ് പ്രോപ്പർട്ടിയും ഏറ്റെടുക്കരുത് എന്ന് വളരെ കണിശമായിട്ടും വഖഫ് ആക്ട് പറയുന്നുണ്ട്. ഈ രൂപത്തിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും വഖഫ് അന്യാധീനപ്പെടുത്തുന്നതും അത് കൈവശപ്പെടുത്തുന്നതും വളരെ ശക്തമായി നിയമം വിലക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പഴയ കാലത്തുള്ള കുറെ വഖഫുകൾ നിലനിൽക്കുന്നു എന്നല്ലാതെ പുതിയ വഖഫുകൾ വളരെ കുറവാണ്. പുതിയ വഖഫുകൾ ഉണ്ടാകുന്നില്ല. അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 99% വഖഫുകളും സുന്നി വഖഫുകളാണ്. സുന്നി വഖഫുകളാണ്. പക്ഷേ ആ 95%-ലേറെ വരുന്ന സുന്നി വഖഫുകളെ നിയന്ത്രിക്കാനുള്ള വഖഫ് ബോർഡിനകത്ത് വളരെ ഭൂരിപക്ഷം അംഗങ്ങളും സുന്നികൾ അല്ല. വഖഫ് ബോർഡ് ഓഫീസിനകത്ത് മരുന്ന് കൂട്ടാൻ തന്നെ സുന്നികൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. ഈ രൂപത്തിലുള്ള ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ വഖഫ് അന്യാധീനപ്പെട്ടു പോകുന്നത് തടയുന്നതിനോ അതിനു വേണ്ട നടപടിക്കുന്നതിനോ വഖഫ് ബോർഡിന് താല്പര്യം ഇല്ലാതിരിക്കുന്നത്. ഏതെങ്കിലും നിരക്ക് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം യോഗത്തിനകത്തേക്ക് കയറി വരുമ്പോഴേക്ക് TA ഫോം പൂരിപ്പിക്കാനുള്ള തിരക്കാണ് മെമ്പർമാർക്ക് ഉണ്ടാവുക. 5 കൊല്ലം അതിൽ ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് തന്നെ ഞാൻ പറയുന്നത്. ഈ രൂപത്തിൽ വന്ന് വഖഫ് തിരിച്ചു പിടിക്കാനുള്ള യാതൊരു ശ്രമം നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരം വഖഫുകൾ അന്യാധീനപ്പെട്ടു പോയാൽ, അന്യാധീനപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ എന്താ വേണ്ടുള്ളൂ, ഏതെങ്കിലും നിരക്കൊരു വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ്. ഞങ്ങൾ വഖഫ് ബോർഡിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് വാഴക്കാട് ദാറുൽ ഉലൂമിന്റെ ഒരു വഖഫ് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നും അത് ഇപ്പോൾ ഇന്ന രാമകൃഷ്ണൻ അവിടെ വീട് വെച്ച് താമസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അത് വഖഫ് ഭൂമിയാണ് എന്നും പറഞ്ഞൊരു കത്ത് കിട്ടി. അതിനെപ്പറ്റി എൻക്വയറി നടത്തി വില്ലേജ് ഓഫീസറോട് അതിന് കീഴ്രേഖകൾ എടുത്ത് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഹാജരാക്കിയ കീഴ്രേഖയിൽ 12ാമത്തെ അടിയാധാരം വഖഫ് ആധാരമായിരുന്നു. 12ാമത്തെ അടിയാധാരം വഖഫ് ആധാരമാണെന്ന് പറഞ്ഞാൽ ഈ വഖഫിന്റെ പരിധിയിൽ നിന്ന് മാറിയിട്ട് പിന്നെയും 11 തവണ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ വഖഫ് തിരിച്ചു പിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന് കൈ മാറിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം ആനക്കയത്ത് പുളിയിലങ്ങാടി വഖഫ് 147 ഏക്കർ വഖഫ് ഉണ്ടായിരുന്നത്, അതിനെപ്പറ്റി പരാതി വന്ന് എൻക്വയറിക്ക് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി ഞാൻ പോയി നോക്കുമ്പോൾ ബാക്കിയുള്ളത് 87 ഏക്കർ മാത്രമായിരുന്നു. ഏതായിരുന്നാലും അതിൽ ഇടപെട്ട് 16 ഏക്കർ വഖഫ് അതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇത് ഈ പുതിയ അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് എവിടെ വഖഫ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എവിടെ വഖഫ് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആയത് സംബന്ധിച്ച് ഒന്നുകിൽ നിങ്ങൾ SMA സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുക, അല്ലെങ്കിൽ അതാത് ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുക, അതല്ലെങ്കിൽ നേരിട്ട് വഖഫ് ബോർഡിനെ അറിയിക്കുക. വഖഫ് അന്യാധീനപ്പെടുത്തുന്നതിന് ഒരു നിലക്കും നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ശക്തമായ നിയമം
നമ്മുടെ കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.